പ്രഭൂതം അന്നം, ധാരാളം അന്നം അവിടെ ഉണ്ടാകും. എന്നാൽ വസിഷ്ഠന് പോയിട്ട് ആ അന്നം ചോദിച്ചു വാങ്ങിക്കൂടെ? ഇല്ല, വസിഷ്ഠൻ ചോദിച്ചു വാങ്ങുന്നില്ല. അന്നം എടുത്തു കഴിക്കാൻ വസിഷ്ഠൻ പോവുകയാണ്. അങ്ങനെ ചെല്ലുമ്പോൾ വസിഷ്ഠൻ എന്താ ഇപ്രകാരം പറയുന്നു: അമീവാഹ വാസ്തോഷ്പദേ വിശ്വാരൂപാണ്യാവിശൻ സഖാസുശേവ ഏധിനഃ ആണ് അദ്ദേഹം പറയുന്ന മന്ത്രം. അമീവാഹ വാസ്തോഷ്പദേ വിശ്വാരൂപാണ്യാവിശൻ സഖാ സുശേവ ഏധി നഹ. നഹ നമ്മിലേക്ക് വന്നാലും നമ്മിലേക്ക് വരട്ടെ, അതായത് എനിക്ക് പ്രാപിക്കുവാൻ കഴിയുമാറാകട്ടെ, ലഭ്യമായി തീരട്ടെ. എന്താണ് എനിക്ക് ലഭ്യമായി തീരേണ്ടത്? അമീവഹ വിശ്വരൂപാണ്യാവിശൻ സഖാ സുശേവഹ, സഖാവായിരിക്കുന്നത്, സുശേവമായിരിക്കുന്നത്, അമീവഹ ആയിരിക്കുന്നതും ആയ അന്നം എനിക്ക് പ്രാപിക്കുവാൻ കഴിയുമാറാകട്ടെ. എനിക്ക് പ്രാപിക്കണം. എങ്ങനെ ആയിരിക്കണം? അന്നമാണ് എനിക്ക് കിട്ടേണ്ടത്. അതാണ് വാസ്തോഷ്പദേ, വാസ്തുവിന്റെ പതിയെ സംബോധന ചെയ്തുകൊണ്ട് പറയാണ്. ആ വാസ്തുവിന്റെ അധിപൻ ആരാണ്? വരുണനാണ്. അല്ലയോ വരുണ, അങ്ങയുടെ അത്യന്തം സമ്പന്നനായ അങ്ങയുടെ ഗൃഹത്തിൽ നിന്ന് എനിക്ക് അന്നം ലഭ്യമാകട്ടെ. എങ്ങനെയുള്ള അന്നമാണ്? അങ്ങ് തരൂ, വേണ്ട. അങ്ങ് എനിക്ക് തരാൻ വേണ്ടി അങ്ങയുടെ കൃത്യാന്തരങ്ങളിൽ വ്യാപൃതനായ അങ്ങ് അതെല്ലാം ഉപേക്ഷിച്ച് വരുമെന്നും വേണ്ട, ഞാൻ എടുത്ത് കഴിച്ചുകൊള്ളാം. എന്താണ് അങ്ങനെ പറയാൻ കാരണം? വിശക്കുന്നവന്റെ അവകാശമാണ് അന്നം. അത് വാസ്തോഷ്പതിയുടെ അല്ല, അത് സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ആളുടെ അല്ല. ആർക്കാണ് വിശപ്പ്, അയാൾക്കാണ് അന്നത്തിന് അധികാരം. അത് വേദം നമുക്ക് നൽകുന്ന വലിയ ഒരു പാഠമാണ്. അങ്ങനെയാണല്ലോ പറഞ്ഞിട്ടുള്ളത്, അല്ലെ? ഇപ്പൊ എങ്ങനെയാണ് ഗൃഹസ്ഥൻ അന്നം കഴിക്കണമെങ്കിൽ എന്ത് വേണം? ഇപ്പൊ ഒരു വീട്ടില് അന്നം ഉണ്ടാക്കി, ഇന്നാണ് ഇപ്പൊ നമുക്ക് ചെറിയ കുടുംബങ്ങള്, അണുകുടുംബങ്ങള്. മുമ്പൊക്കെ എന്താണ് വലിയ കുടുംബങ്ങൾ. ആ കുടുംബങ്ങളിൽ കുടുംബനാഥന് ഭക്ഷണം കഴിക്കണമെങ്കിൽ എന്ത് വേണം? അദ്ദേഹം എല്ലാവരെയും ഊട്ടിയിരിക്കണം ആദ്യം. അല്ലാണ്ട് അദ്ദേഹത്തിന് അന്നം കഴിക്കാൻ പാടില്ല. ഭക്ഷണം റെഡിയായി, എന്നാ ഞാൻ തന്നെ അങ്ങോട്ട് കഴിക്കാം എന്ന് പറയലല്ല.